നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനത്തിലും വഖഫ് അധിനിവേശത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിൽ മുനമ്പം ജനത. പട്ടിണി കിടന്ന മുനമ്പംകാരുടെ കണ്ണിൽ പൊടിയിടാൻ സർക്കാർ വക നീക്കം. നിലപാട് മാറ്റിയും മറിച്ചും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുനമ്പം ജനതയ്ക്കൊപ്പമെന്ന് പറഞ്ഞ് സമരപ്പന്തലിൽ. വഖഫ് ഭൂമിയാണെന്നും അല്ലെന്നുമുള്ള തർക്കത്തിൽ ആരുടെ ഭാഗത്തു നിന്നാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്ന കൂട്ടലും കിഴിക്കലും മുന്നണികൾ തുടരുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ വന്നതും കരമടയ്ക്കാൻ അനുമതി നൽകാമെന്ന് സർക്കാർ കോടതിയിൽ പറയാൻ പോകുന്നതും അതിന്റെ ഭാഗമായേ മുനമ്പംകാർ കാണുന്നുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാമെന്ന് പറയുന്നവരും കാര്യത്തോടടുക്കുമ്പോൾ മലക്കം മറിയുന്നു. ഇറക്കി വിടില്ലെന്ന് പറയുന്നവർ വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ മടിക്കുന്നു. മുനമ്പം ജനതയോടുള്ള ചതി തുടരുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മുനമ്പം സമരത്തിൽ സജീവ പങ്കാളിത്തമുള്ള ഫാദർ ജോഷി മയ്യാറ്റിൽ, BJP നേതാവ് ശ്രീ ജിജി ജോസഫ്, കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, മുനമ്പം സമരസമിതിയുടെ പ്രതിനിധി ശ്രീ ജോസഫ് ബെന്നി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ ജിജി ജോസഫ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് മുനമ്പം സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് മുനമ്പത്തൊരു വ്യത്യസ്തമായ സമരമായിരുന്നു. അവിടെ പട്ടിണി കിടന്നുള്ള സമരമായിരുന്നു മുനമ്പം ജനതയുടേതെങ്കിൽ അവിടെ ഇന്ന് ആരും പ്രസംഗിച്ചില്ല. അവിടെ പാട്ടും ഇവർക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള മറ്റ് പല കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പ്രസംഗിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് അവിടെ പ്രസംഗിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന്. നിങ്ങൾക്ക് ആ നിലപാടിനോട് യോജിപ്പുണ്ടോ? അല്ല, മുനമ്പത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നും പറയുന്ന ഒരു കാര്യമാണ് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാമെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇത് വഖഫിന്റെ ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ UDF ഇതുവരെ പറ്റിയിട്ടില്ല. ആദ്യം ഇദ്ദേഹം പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു ഞാൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞു. പണ്ഡിതനല്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകൾ, അവിടുത്തെ KM ഷാജിയും അതുപോലെ അവരുടെ MP-യും ET മുഹമ്മദ് ബഷീറും സംസാരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഈ നിലപാട് മാറ്റിയത്. ഞാൻ പണ്ഡിതനല്ല, അത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല എന്ന രീതിയിലൊന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് കോടതി പരിശോധിക്കട്ടെ എന്നാണ്. അതിനാണെങ്കിൽ എന്തിനാണ് ജനങ്ങള് ഈ മുനമ്പംകാരോടൊപ്പമാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത്? ഈ മുനമ്പത്ത് വന്ന് ഈ നാടകങ്ങൾ മുഴുവൻ കളിക്കേണ്ട ആവശ്യം എന്താണോ ഉള്ളത്? അല്ല, അതേപോലെ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, അത് വസ്തുതകൾ ഉള്ള ഒരു കാര്യം കൂടിയാണല്ലോ. സർക്കാർ കോടതിയിൽ പറയാൻ പോവുകയാണ് കരം അടയ്ക്കുവാനുള്ള അവസരം നൽകുന്നതിൽ എതിർപ്പില്ല സർക്കാരിനെ എന്ന്. അത് സത്യവാങ്മൂലത്തിലൂടെ നൽകാൻ പോകുന്നു കോടതിയുടെ അവധി കഴിഞ്ഞതിന് ശേഷം. അവിടെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെ സർക്കാർ നേരത്തെ അനുമതി നൽകിയതാണ്, അതിനാണല്ലോ കോടതിയിൽ നിന്ന് സ്റ്റേ വന്നത്. അവസാനം അങ്ങനെയാണല്ലോ ആ നിയമ പോരാട്ടത്തിന്റെ ഒരു അവസാന ഭാഗം എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കോടതിയുടെ നടപടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സത്യവാങ്മൂലവുമായി സർക്കാർ ചെല്ലുമ്പോൾ സർക്കാർ നേരത്തെ ഇറക്കിയ 2 ഉത്തരവുകൾ അതിൽ അപാകതകളുണ്ട്. അതുകൊണ്ട് കോടതിയിലേക്ക് അതുമായി ചെല്ലുമ്പോൾ തിരിച്ചടി ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. അത് വാസ്തവമുള്ളതല്ലേ? അല്ലെന്ന്. ഈ കോടതിയിലേക്ക് ഈ വിഷയവുമായി ചെന്നിട്ട് ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? ഞങ്ങള് നിങ്ങൾക്ക് കരമടയ്ക്കാനുള്ള സംവിധാനം തരാം, അതിനു വേണ്ടിയിട്ടാണ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കരമടക്കുന്നതിനെ കുറിച്ച് ഇവരുടെ മന്ത്രി, വഖഫിന്റെ മന്ത്രി എന്താ പറഞ്ഞത്? അതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്, അതുകൊണ്ട് അത് നികുതി വരുമാനത്തിൽ കുറവ് വരാതിരിക്കാൻ വേണ്ടി ഈ മുനമ്പൻ ജനത്തിന്റെ കയ്യിൽ നിന്ന് അവസാനമായി വീണ്ടും പിഴഞ്ഞെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ശാശ്വതമായി കരമടച്ചത് കൊണ്ട് അവരുടെ ഭൂമി ആകുമെന്ന് ഒരാളും പറയുന്നില്ല. ഈ കാണിക്കുന്ന 2 പേരും കാണിക്കുന്ന തട്ടിപ്പ. ഒരാൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന മുനമ്പം സമരവേദിയിൽ വന്ന് എല്ലാ MLA-മാരെയും കൂട്ടി പറയുന്നു. ഇവര് പറയേണ്ടത് എവിടെയായിരുന്നു? പറയേണ്ടത് ഇവർ നിയമസഭയിലായിരുന്നു. നിയമസഭയിൽ ഒരു അക്ഷരം മിണ്ടിയില്ല. നിയമസഭയിൽ ഒരു അക്ഷരം മിണ്ടാതെ അവര് നേരെ മുനമ്പത്ത് വന്ന് മുനമ്പത്ത് പറയാം ഞങ്ങൾ. മറ്റൊരു കാര്യമുണ്ടല്ലോ ജിജി, ഇപ്പോൾ അല്ല ജിജി, 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നിട്ടുണ്ട്. ഒരു ഫെബ്രുവരിയോട് കൂടി ഒരു തീരുമാനത്തിലേക്ക് വരാമെന്ന രീതിയിലാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മുനമ്പം ജനത തങ്ങളുടെ രേഖകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്.
അതോടൊപ്പം തന്നെയാണ് കോടതിയിലെ നിയമ പോരാട്ടത്തിൽ വ്യത്യസ്ത നിലപാടെടുക്കാമെന്ന് സർക്കാർ പറയുന്നത്. അപ്പോൾ മുനമ്പം ജനതയുടെ ഈ സമരത്തിന് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ വഴങ്ങുന്നു എതിർപക്ഷത്തുള്ളവർ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, തോന്നൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ മുനമ്പത്തുള്ള ആളുകളെ തോന്നിപ്പിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ 100% ഞങ്ങളുടെ സമരം ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടുമെന്ന് ഈ സമരസമിതിയുടെ കൺവീനർ ജോസഫ് ബെന്നിയെ പോലുള്ള ആളുകൾ പറയുന്നത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഇത് വഖഫ് ഭൂമി അല്ല എന്ന രീതിയിൽ കണ്ടെത്തി വഖഫ് ബോർഡ് സമ്മതിച്ച് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തെന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഈ 2 പേര് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ 2 പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അവർ വീണ്ടും കോടതിയിൽ പോയാൽ ഇതിന് നിയമസാധുതയുണ്ടോ? അതാണ് എന്റെ ചോദ്യം. നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്നത് അത് നിൽക്കില്ല. കാരണം 95-ൽ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് കേന്ദ്ര നിയമം അത് തിരുത്താതെ ഇവിടെ എന്ത് കാണിച്ചാലും, സ്റ്റേറ്റ് എന്തൊക്കെ നിലപാടെടുത്താലും ആ നിയമം മാറാതെ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഫാദർ ജോഷി മയ്യാറ്റിൽ ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് ഇപ്പോൾ കാണിക്കുന്നത്? സർക്കാർ ചില നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്ന് ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുനമ്പം സമരത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സമരപ്പന്തലിൽ വന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം ഇരുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സ് മുനമ്പം ജനതയ്ക്കൊപ്പമായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടുണ്ടോ ഇപ്പോൾ? മഞ്ജുഷേ, മുനമ്പം ജനതയോടൊപ്പം ഇരിക്കാതെ ഇവർക്കൊന്നും നിവൃത്തിയില്ല. അത് ഗതികേട് കൊണ്ടുള്ള ഒരു ഇരിപ്പാണ്. ആത്മാർത്ഥതയുള്ള ഇരിപ്പായിരുന്നെങ്കിൽ എത്രയോ മുൻപേ ഇത് നടക്കേണ്ടതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2009 ജൂൺ 24 മുനമ്പം വഖഫാണെന്ന് വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചത്. ഈ വഖഫ് ബോർഡിനകത്ത് അപ്പോഴും UDF-ലെ അംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അന്ന് അത്തരമൊരു ഓർഡർ വന്നപ്പോൾ UDF-ലെ അംഗങ്ങൾ അതിനെ എതിർത്ത് പുറത്തു വരായിരുന്നത്? എന്തുകൊണ്ടാണ് അന്ന് UDF ഇതിനെതിരെ ശക്തമായി പുറത്തു വരായിരുന്നത്? 2019 ഇത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് UDF-ലെ അംഗങ്ങൾ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF എന്തുകൊണ്ടാണ് അന്ന് പുറത്തു വരായിരുന്നത്? 2022 കരമടക്കാൻ ചെന്നപ്പോൾ അവിടെ ഉടമസ്ഥാവകാശം ടൈറ്റിൽ മാറിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് പുറത്തു വരായിരുന്നത്? അപ്പോ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാം എന്ന് പറയുന്നത് സത്യമായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് സർ ഒരു 10 അല്ലെങ്കിൽ 2 സെക്കൻഡ് നിയമസഭയിൽ നിങ്ങൾ ഇവിടെ മുനമ്പത്ത് വന്നിരുന്നു പറഞ്ഞിട്ടും എന്താ ഗുണം? അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വന്നിരുന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ മുനമ്പം ജനത എന്തുകൊണ്ട് ചോദിക്കാൻ മടിക്കുന്നു? താങ്കൾ ഇവിടെ വന്നിരുന്നത് കൊണ്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചത് കൊണ്ട് എന്താണ് കാര്യമുള്ളത്? അതല്ലല്ലോ വേണ്ടത്. എന്താണ് ഈ 10 മിനിറ്റ് ഫോർമുല എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ വയ്യായിരുന്നു? ചോദിച്ചതാണ്. മുനമ്പം ജനത കൃത്യമായി ചോദിച്ചതാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പ്രസംഗത്തിനും ഒരു തർക്കത്തിനും ഒരു വാഗ്വാദത്തിനും ഇന്ന് ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനദിനം, അതിന്റെ പാവനത, പുണ്യം, അത് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വഖഫ് എന്നുള്ളൊരു വാക്കുപോലും അവിടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ സാമാന്യ ജനം കാണുന്നുണ്ടല്ലോ എന്ന് മാത്രമല്ല, നോക്കൂ, വഖഫല്ല എന്ന് പറയുന്നത് സത്യമാണ്. ഇത് ഞങ്ങൾക്കറിയാം. അതിന് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്. പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും? ഫാദർ ഇന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചില്ല, കാരണം ഇന്ന് പ്രസംഗിക്കുവാനുള്ള ഒരു അവസരമില്ലായിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വഖഫ് അല്ല എന്ന് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ലോ. ഏതായാലും മുനമ്പത്ത് വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഖഫ് അല്ല എന്ന് തന്നെയാണ്. അതിനുശേഷമോ അവിടെയാണ് അദ്ദേഹം അത് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത്. പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ഞാൻ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുന്നയാളാണ്. പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നുള്ള രീതിയിൽ നിയമപരമായി അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് ഓർക്കണം.
അവിടെ അത് പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ വഖഫ് ക്ലെയിം പരിശോധിച്ച് അത് വഖഫ് അല്ല എന്ന് തെളിയിക്കണമെന്ന് വേണമെങ്കിൽ ഒരു യുക്തി ഭദ്രമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോ അവിടെ വെച്ച് വഖഫല്ല എന്ന് പറയാനുള്ള തന്റെ ഇടം ആർജവം അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു പൊളിറ്റീഷ്യന്റെ ഗതികേടാണത്. അത് ഒരു പ്രത്യേക വിഭാഗം കൂടുതലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴും ആർജവത്തോടുകൂടി അത് വഖഫല്ല എന്ന് പറയാൻ കഴിവുള്ള തന്റെ ഇടമുള്ള രാഷ്ട്രീയക്കാര് ഇന്നില്ലാതെ പോകുന്നു മഞ്ജുഷേ. അത് നമ്മുടെ ഗതികേടാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നിലപാട് ഇത് ശരിയാണല്ലോ. സർക്കാർ കോടതിയിൽ അങ്ങനെ മടിയൊന്നുമില്ല. ഞങ്ങൾ എവിടെ വെച്ചും പറയുന്നത് ഇത് വഖഫ് അല്ല എന്ന് തന്നെയാണ്. ഏത് സമുദായമായാലും ഏത് വോട്ട് ബാങ്ക് ആണെങ്കിലും ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരു തർക്കവും വേണ്ട. ഏതായാലും മഞ്ജുഷ് ഇപ്പൊ എന്നോട് ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. ജിജി പ്രതിപക്ഷ നേതാവിനെ റെപ്രസെന്റ് ചെയ്യാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായി. സോറി ഞാൻ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ. അല്ല, അതായത് BJP ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ് അല്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ? അപ്പോ BJPയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും നാള് ഞങ്ങളോട് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റിൽ നിങ്ങളത് പാസ്സാക്കിയെടുക്കുമെന്ന് ശക്തനായ അമിത്ഷാ വരെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം വലിയ പ്രതീക്ഷ തന്നിട്ട് അവസാനം അത് അടുത്തതിലേക്ക് മാറ്റിവെച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ നിരാശയുണ്ടായി അക്കാര്യത്തില്. അതില് ഒരു മറയുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ വളരെ പ്രതീക്ഷ വെച്ചാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, വഖഫ് ആക്ട് അങ്ങേയറ്റം പ്രശ്നം നിറഞ്ഞ ഒന്നാണ്. അത് മുനമ്പത്തിന്റെ മുനമ്പംകാരുടെ അടിസ്ഥാന പ്രശ്നം വഖഫ് ആക്ട് തന്നെയാണ്. അത് ശരിയാണ്. പക്ഷേ സർക്കാർ മറ്റു ചില ഫോർമുലകളാണല്ലോ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ ഈ കോടതിയിൽ പോയി ഇവിടെ കരം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയാണ്, നേരത്തെയുള്ള ഉത്തരവുകളിലെ അപാകത പരിഹരിക്കാതെ അങ്ങനെ പോയി പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടാകാനാണെന്ന്. സർക്കാരിന് പ്രയോജനമുണ്ടല്ലോ. സർക്കാരിലേക്ക് പണം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് നിയമസഭയിൽ അന്നും പറഞ്ഞല്ലോ ഇവര്. അപ്പോ അന്ന് കരമടക്കാനായിട്ട് അനുവാദം കിട്ടി മുനമ്പം ജനതയ്ക്ക്. അപ്പൊ ചോദ്യം ഉയർന്നു, UDF-കാര് തന്നെ ചോദ്യം ഉയർത്തി, വഖഫ് ഭൂമിയിൽ എന്തുകൊണ്ട് ഇവര് കരമടക്കാൻ അനുവദിക്കുന്നു? അപ്പോൾ ഉത്തരം എന്തായിരുന്നു? അത് കരമടക്കുക എന്നുള്ളത് ഉടമസ്ഥാവകാശവുമായി ബന്ധമില്ല. കരമടക്കാൻ ഞങ്ങൾ അനുവദിച്ചത് റവന്യൂ വരുമാനം കുറയാതിരിക്കാനാണെന്ന്. അത്രയൊക്കെ ഉള്ളൂ. സർക്കാരിലേക്ക് പണം കിട്ടുന്നതിന് വേണ്ടി, അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ ബലദേവിലേക്ക് പോകുന്നതിന് മുൻപ്, ജോസഫ് ബെന്നിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്തിനാണ് മുനമ്പത്ത് പോയി കുത്തിയിരുന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ളതാണല്ലോ. അതല്ലാതെ വഖഫ് അല്ല എന്ന് പറയുവാനുള്ള തന്റെ ഇടം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഒരു തവണ പറഞ്ഞു. അവിടെ അപ്പോൾ ലീഗിന്റെ നിലപാടും കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു, കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിലപാട് പുറത്ത് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ ശരിയായിരിക്കാം, അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതായിരിക്കാം. പക്ഷെ പുറത്ത് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിലൊരു ജാഗ്രത പുലർത്തേണ്ടി വരികയാണ്. അത് ഒരു രാഷ്ട്രീയക്കാരന്റെ ഗതികേടെന്നേ പറയാൻ പറ്റുകയുള്ളൂ. ശ്രീ മഞ്ജുഷ്, അങ്ങ് എനിക്ക് അല്പം സമയം തരണം. ഒന്ന് അങ്ങയുടെയും രണ്ട് ജോഷി അച്ഛന്റെയും ചില കാര്യങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ നിലപാട് മുനമ്പവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹം അത് വെറുതെ പറയുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. മുനമ്പത്ത് ഇന്നുള്ള അധിവസിക്കുന്ന ജനത മുഴുവൻ അവിടെയുള്ള 1 സെന്റ് ഭൂമിയെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പണം കൊടുത്തു വാങ്ങിയതാണ്. അങ്ങനെ പണം കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫാണ് എന്ന് പറയുന്നത് അനിസ്ലാമികമാണ്, ഇസ്ലാമികമല്ല എന്ന് ക്ലിയർ കട്ടായി ഒരു വളരെ ക്ലിയർ ആയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ ഒരു നേതാവും, ഇപ്പൊ ജിജിയൊക്കെ വലിയ ആവേശം കൊള്ളുന്നു കണ്ടു. ഇങ്ങനെ ക്ലിയർ ആയി ഇന്ന കാരണം കൊണ്ട് അത് വഖഫ് അല്ല എന്ന് പറയാൻ BJP നേതൃത്വത്തിന് പോലും സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ഞങ്ങളത് വഖഫ് അല്ല എന്ന് പറയുന്നതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട്. വഖഫിന്റെ നിർവചനം തന്നെ ഒരു എന്താ പറയുന്നത്, പൂർണ്ണാർത്ഥത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെന്റ് ആണ് വഖഫ്. അങ്ങനെ ഒരു ഭൂമി ആർക്കെങ്കിലും കൊടുത്താൽ, അത് ഫറൂഖ് കോളേജിന് കൊടുത്താലും ആർക്ക് കൊടുത്താലും അവർക്ക് മറ്റാർക്കും അത് വിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ വിറ്റാൽ അത് വഖഫ് നേച്ചറിൽ നിന്ന് റിലീസ്ഡ് ആവും, വഖഫ് അല്ലാതാവും. സ്വാഭാവികമായും ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് അത് കൈതിരിഞ്ഞ് മറിഞ്ഞ് ഇപ്പോൾ മേടിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ അധിവസിക്കുന്നവർ അത് പണം കൊടുത്തു വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായോ അല്ലെങ്കിൽ വഖഫ് നിയമപ്രകാരമോ ആ ഭൂമി വഖഫാണ് എന്ന് പറയാൻ പറ്റില്ല.
എന്നു തൊട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്? ഈ പ്രശ്നം ഉണ്ടായത് വി.എസ്. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ ചരിത്രത്തിലേക്ക് പോകേണ്ട. ഇവിടെ താങ്കൾ പറഞ്ഞു വി.ഡി. സതീശൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല എന്ന്. അദ്ദേഹത്തിന് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ വസന്ത് തെങ്ങുംപള്ളി? ആ നിലപാടൊക്കെ അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന് പരസ്യമായി ആ നിലപാട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായെന്ന്. കാരണം ഘടകകക്ഷി അവിടെ പിടങ്ങും. ലീഗിന്റെ നിലപാട് അതല്ല. ലീഗ് ആദ്യം പറഞ്ഞു അവിടെ നിന്ന് ആരെയും ഇറക്കി വിടില്ല, സമവായത്തിലൂടെ പരിഹരിക്കും, സർക്കാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഴകുഴമ്പൻ നിലപാടിലായിരുന്നു. പിന്നീട് അവിടെ സമസ്തയിൽ നിന്ന് നിലപാട് വന്നു. സമസ്തയിൽ ലീഗ് വിരുദ്ധ ഒരു നിലപാട് പരസ്യമായിട്ട് പറഞ്ഞു. സുപ്രഭാതത്തിൽ ലേഖനവും വന്നു. ലീഗ് വിരണ്ടു. പിന്നീട് എന്താണ് കുഞ്ഞാലിക്കുട്ടി മാറ്റി പറഞ്ഞത്? അതിനുശേഷം സതീശനും മിണ്ടാട്ടമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഇല്ല. അല്ലല്ലോ ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടത് ഞാൻ വ്യക്തിപരമായി ചോദിക്കുകയാണ്. ഭരണത്തിൽ കേന്ദ്രത്തിലോ കേരളത്തിലോ ഭരണത്തിലില്ലാത്ത കോൺഗ്രസ് ആണോ? രണ്ടിടത്തും ഭരണത്തിലില്ലാത്ത ലീഗാണോ? ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആണോ ഈ കേസുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ല. നിങ്ങൾക്ക് തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. അത് ആദ്യം സ്വീകരിക്കുകയും ചെയ്തു. അല്ലല്ല, നിങ്ങൾക്ക് തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. പ്രതിപക്ഷം ഇരിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം പറഞ്ഞു ഇത് സർക്കാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്, 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന്. ജിജിയോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കേന്ദ്രമന്ത്രി ആ ഷോമാൻ ഉണ്ടല്ലോ, സുരേഷ് ഗോപി, അദ്ദേഹം മുൻപത്ത് നിന്ന് പ്രസംഗിച്ചു പോയില്ലേ നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കാൻ പോവുകയാണെന്ന്? അത് കഴിഞ്ഞ് 2 തവണ ഡൽഹിക്ക് വണ്ടി കയറിയില്ലേ സുരേഷ് ഗോപി? എന്തുകൊണ്ടാ പാർലമെന്റിനുള്ളിൽ സുരേഷ് ഗോപി ഇതാ എന്റെ നാട്ടിൽ മുനമ്പത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് സംസാരിക്കാതെ ഉത്തരവുണ്ടോ? ഉത്തരവുണ്ട്. JPC-ക്ക് വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിന്റെ അകത്ത് അല്ലല്ല വസന്ത്, അക്കാര്യത്തിൽ തർക്കം വേണ്ട. വസന്ത്, അക്കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. BJP-യുടെ നിലപാട് അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ രീതിയിൽ വഖഫ് ആക്കുന്നതിനെ നിയമം മൂലം തടയുന്നതിന് വേണ്ടിയാണ് നിയമ ഭേദഗതി വരുന്നത്. അതിനെ എതിർക്കുന്നത് കോൺഗ്രസ് ആണ്. BJP അക്കാര്യത്തിൽ നിയമ ഭേദഗതി വരണം എന്നുള്ളതാണ്. അങ്ങനെ നിയമ ഭേദഗതി വന്നാൽ മുനമ്പത്തെ ഈ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നും BJP-യുടെ നിലപാടുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും ഒക്കെ നിലപാടെന്ന് പറയുന്നത് നിയമ ഭേദഗതി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി BJP കൊണ്ടുവരുന്നതാണ്, വഖഫ് ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്നാണ്. അതല്ലാതെ കോടതി വഴി പരിഹരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താങ്കൾ പറഞ്ഞു കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടുണ്ട് എന്ന്. കോൺഗ്രസിനും ലീഗിനും ഒക്കെ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് പ്രശ്നമായി. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞാൽ അത് ലീഗിന് പ്രശ്നമാകും, അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാകും. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതിന് കോൺഗ്രസും വഴങ്ങിയതാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീ ജോസഫ് ബെന്നി, എന്തെങ്കിലും മാറ്റമുണ്ടോ ഇക്കാര്യത്തിൽ? ജോസഫ് ബെന്നിയുടെ നിലപാടും ഫാദറിന്റെ നിലപാടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇക്കാര്യത്തിൽ? 2 പേരുടെ നിലപാടുകളാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് സർക്കാരിന്റെ നിലപാടും 2 പ്രതിപക്ഷ നേതാവിന്റെ നിലപാടും. പ്രതിപക്ഷ നേതാവിന്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് ഇപ്പൊ 3 വർഷമാകെയാണ്. ഈ 3 വർഷമായിട്ടും ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാതെ നിരാഹാരം ഇരിക്കുന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആകെ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുകയാണ്. രാഷ്ട്രീയക്കാർ പറയുന്നതിൽ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടി അല്ലാത്ത ഒരു ഭൂമി വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുന്നു. അത് കൃത്യമായി പരിശോധിക്കാൻ ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു. ഞങ്ങൾ ഇന്നലെയും പോയി സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ വെളിച്ചത്തിൽ ഈ വഖഫ് ബോർഡിന്റെ ആസ്തിയിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരണം. ഇത് 2019 മാത്രമാണ് വഖഫ് ബോർഡിന്റെ ആസ്തിയിൽ. ഈ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് അത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ പ്രഹസനമാണെന്ന് വേണോ പറയാൻ? അല്ല, ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് പറഞ്ഞിട്ടുള്ള മുൻകാല പ്രാബല്യം വേണ്ട എന്ന് വെക്കട്ടെ. അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? മുൻകാല പ്രാബല്യം ഉണ്ടാവും, അത് നല്ലതല്ലേ? മുൻകാല പ്രാബല്യം അല്ല, അത് കേന്ദ്ര നിയമമല്ലേ? കേന്ദ്ര നിയമം അവിടെ നിൽക്കട്ടെ. കേരള നിയമത്തിൽ നിങ്ങൾക്ക് ഇതിന് വിട്ട് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മുഴുവൻ കാര്യം സാധിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതല്ലേ നോക്കേണ്ടത്? അല്ല, 2019 കിട്ടില്ലെന്ന് ഞാൻ പറയുന്നു. കിട്ടുമെന്ന് വിശ്വാസമുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമി അല്ലല്ല. ഈ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യമാണ്.
ഞങ്ങൾ വേറെ വിശ്വസിക്കുന്നു, നിയമം അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഈ അല്ല, അങ്ങനെയാണെങ്കിൽ ജോഷി മയ്യാട്ടിൽ അച്ഛൻ പറയട്ടെ, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി കേന്ദ്രത്തിൽ നിയമം വന്നില്ലെങ്കിൽ ഇത് മാറ്റി കിട്ടില്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തുള്ള ആളല്ല, ഞാൻ ഇതിന്റെ ഇരയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ജിജി. അദ്ദേഹത്തിന്റെ ഭൂമിയും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഫാദർ ശ്രീ ജോസഫ് ബെന്നിയുടെ ഒരു പ്രതീക്ഷയാണ്. അല്ല, ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് പ്രയോജനമില്ല എന്നാണോ ഫാദറിന്റെ നിലപാട്? നോക്കുക, ജുഡീഷ്യൽ കമ്മീഷനിലൂടെ ഇത് ശരിയാകാനുള്ള സാധ്യതയുണ്ട്. അതിനെന്തിനാ തള്ളിക്കളയുന്നത്? അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി കേന്ദ്രത്തിൽ മുൻകാല പ്രാബല്യം വേണ്ട എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ആർക്കാണ് ഈ പൗരന്മാരോട് താല്പര്യം? ആർക്കാണ് അങ്ങനെ തോന്നുന്നത്? ഞാൻ ചോദിക്കുന്നത് സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ജുഡീഷ്യൽ കമ്മീഷൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് ഈ ജനത്തിന്റെ കാര്യത്തിൽ സൊല്യൂഷൻ നിർദ്ദേശിച്ച് ആത്മാർത്ഥമായി ഇപ്പോഴത്തെ സർക്കാർ അത് എടുത്ത് അതനുസരിച്ച് വഖഫ് ആക്ടിലെ 91 ഉപയോഗിച്ച് ഒരുപക്ഷെ ലാൻഡ് അക്വിസിഷൻ നടത്തി ആ ലാൻഡ് ഈ ജനത്തിന് നൽകിയാൽ അതോടെ ആ പ്രശ്നം വഖഫ് ബോർഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാമല്ലോ. അല്ല, ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരം വഖഫ് ബോർഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നു. പ്രശ്നം കിടക്കുന്നത് നോക്കൂ, പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്നറിയാവോ? പ്രശ്നം കിടക്കുന്നത് പിന്നെയും തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വീണ്ടും കേസും ജുഡീഷ്യറുമായിട്ട് മുന്നോട്ട് പോയി ഇത് വീണ്ടും വർഷങ്ങളോളം പ്രശ്നമായി തീരാം. അവിടെയാണ് കേന്ദ്ര നിയമത്തിന്റെ പ്രസക്തി ഉള്ളത്. സച്ചിദാനന്ദൻ ഇപ്പോൾ കരമടയ്ക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ സത്യവാങ്മൂലം നൽകുവാൻ പോകുന്ന സർക്കാരിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സർക്കാരിലേക്ക് പണം കിട്ടും. അതിനപ്പുറം എന്താണ്? മുനമ്പം ജനത അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. കേട്ടോ, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കൂലല്ലോ. ഞങ്ങൾക്ക് എന്തിനാണ് കരമടച്ച് കിട്ടുന്നത്? ശരി, വഖഫ് ബോർഡിന്റെ ആസ്തിയിൽ രജിസ്റ്റർ എഴുതിയിരിക്കുന്ന ഒരു ഭൂമിക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കരമടക്ക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഗുണം? സച്ചിദാനന്ദൻ, എന്ത് ഗുണമാണുള്ളത്? നേരത്തെയും സർക്കാർ കരമടയ്ക്കാൻ അനുവാദം കൊടുത്തതാണല്ലോ, കോടതിയെ സ്റ്റേ ചെയ്യുകയും ഉണ്ടായി. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കരമടയ്ക്കാൻ പറ്റില്ല. കാരണം കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്താലും ആ സ്റ്റേ നിലനിൽക്കുമ്പോൾ കരമടയ്ക്കാനും പറ്റില്ല, അടയ്ക്കാനുള്ള നിയമസാധുതയുമില്ല. ഇവിടെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ആക്ടാണ്. ഇത് 1913 ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്നത്. അത് 54 അമെന്റ് ചെയ്ത് 95 വന്ന് 2013 അമെന്റ്മെന്റ് വന്നു. ആ ആക്ട് നിലനിൽക്കുമ്പോൾ ഇതിന് സ്റ്റേറ്റ് വഖഫ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ അത് ആര് ഭരിച്ചാലും ഒരു മീഡിയേറ്ററുടെ റോള് മാത്രമേ ഉള്ളൂ. മധ്യസ്ഥനായി നിന്ന് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിച്ചു പോകും. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണ്. ഇത് ഒരു കമ്മീഷനിലാണ് തുടങ്ങിയത്, നിസാർ കമ്മീഷൻ. റിട്ടയർഡ് ജഡ്ജി MM നിസാർ കമ്മീഷനിലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ പുതിയൊരു കമ്മീഷൻ വന്ന് നിൽക്കുന്നു. ഫറൂഖ് കോളേജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കിത് ഗിഫ്റ്റ് ഡീഡായിട്ട് കിട്ടിയതാണ്. അങ്ങനെ ഗിഫ്റ്റ് ഡീഡ് ആണെങ്കിൽ ശരിയാണ്, 100% ശരിയാണ്, അത് വഖഫ് അല്ല പ്രോപ്പർട്ടി. അത് വില കൊടുത്ത് അവർ വാങ്ങിച്ചാണ്. വഖഫ് പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല, അത് ഇറിവോക്കബിൾ ആണ്. ഡെഫിനിഷൻ തന്നെ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അല്ല ഗിവൺ ബൈ പീപ്പിൾ, പെർമനന്റ് ഡെഡിക്കേഷൻ ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദ പർപ്പസ് എൻഷ്രൈൻഡ് ഇൻ ഇസ്ലാം, പയസ്, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതാർക്കും വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ നിയമപരമായി നോക്കിയാൽ ഒരു അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് നിങ്ങൾ പറയുന്നത് പോലെ പരിപൂർണമായിട്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. കാര്യം സംസ്ഥാന ഗവൺമെന്റും വഖഫും തമ്മിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് തീരുമാനിക്കുക. വഖഫ് അവരുടെ ആവശ്യത്തിന് അവർ പിന്മാറുന്നു. നിസാർ കമ്മീഷന്റെ കാര്യത്തിൽ നിസാർ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകുകയായിരുന്നു ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വഖഫ് ബോർഡിനോട് നിർദ്ദേശിച്ചാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ, സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ മറ്റേ ഞാൻ പറഞ്ഞു തരട്ടെ, ഞാനത് പറഞ്ഞോട്ടെ. ഉദ്ദേശിക്കുന്നത് അല്ല, സംസ്ഥാന സർക്കാർ സെറ്റിൽ ചെയ്താലും വഖഫുമായിട്ട് ചേർന്ന് ഫറൂഖ് കോളേജും മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾ വേണ്ടി സെറ്റിൽ ചെയ്താലും ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിനകത്ത് വീണ്ടും കോടതിയിൽ കേസ് നടത്താം. കാരണം സെൻട്രൽ ആക്ട് അവിടെ നിലനിൽക്കുകയാണ്. ആ സെൻട്രൽ ആക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം സംസ്ഥാന ഗവൺമെന്റിന് പരിപൂർണമായിട്ട് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇത് സെറ്റിൽ ചെയ്യാൻ ഒരു മധ്യസ്ഥന്റെ റോള് മാത്രമേ ഉള്ളൂ.
രണ്ടുപേരെ ഒരുമിച്ചിരുത്തി മുഖ്യമന്ത്രിയുടെയോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രശ്നത്തിൽ നിന്ന് പിന്മാറുന്നു. നാലാമതൊരു പാർട്ടി കേസ് കൊടുക്കുക ഇവിടെ പറഞ്ഞത് ശരിയാണ്. അവര് കരമടയ്ക്കാൻ ചെന്നാൽ വേറൊരാൾക്ക് സ്റ്റേ വാങ്ങിക്കാം. കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സെൻട്രൽ ആക്ട് നിലനിൽക്കുന്നു. ആക്ടിന് ഉപരിയായിട്ട് കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആക്ട് അമെൻഡ് ചെയ്യണം. പക്ഷെ ആക്ട് അമെൻഡ് ചെയ്യുമ്പോൾ BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആക്ട് അമെൻഡ്മെന്റ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. BJP പറഞ്ഞതുപോലെ വക്കം പ്രോപ്പർട്ടികളൊക്കെ പിടിച്ചെടുക്കാനും ഒക്കെയുള്ള നിർദ്ദേശത്തോട് ചെയ്യുന്ന ആക്ടാണ്. പക്ഷെ അതിന് ചില കാര്യങ്ങൾ അമെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വക്കം ആക്ടിനകത്തുണ്ട്. ആ രീതിയിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിന്റെ കാര്യം. ശരി, ഫാദർ ജോഷി മയ്യാറ്റിൽ അഡ്വക്കേറ്റ് ബൽദേവ് പറഞ്ഞ പോലെ തന്നെയാണോ കാര്യങ്ങൾ? നോക്കൂ, അഡ്വക്കേറ്റ് ബൽദേവ് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നിയമപരമായ പ്രശ്നങ്ങൾ പിന്നെയും വരാൻ എപ്പോഴും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇത് നിയമത്തിന്റെ ഭേദഗതി തന്നെയാണ്. ഇനി നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫല്ല എന്ന് മുനമ്പത്ത് വന്നിട്ടോ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞിട്ടോ, അത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ബാംഗ്ലൂര് JPCയുടെ മീറ്റിംഗിൽ മുനമ്പത്ത് നിന്ന് ശ്രീ ജോസഫ് ബെന്നി ഉൾപ്പെടെയുള്ള അവിടുത്തെ വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ളവര് ഒരു ടീം അവിടെ പോയി JPCയെ കണ്ടു. JPCയില് മുനമ്പത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. മുനമ്പത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വളരെ കൃത്യമായി ഇവര് അവിടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓർക്കേണ്ട കാര്യം, അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞത് ഞാൻ ഒന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്. അന്ന് ഏറ്റവും ശക്തമായി അതിനെ എതിർത്തത് ആരാണെന്നറിയാമോ? JPCയിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അത് ശക്തമായി എതിർത്ത് പറഞ്ഞത്. ഇത് വഖഫ് ഭൂമിയാണ്, ഇവർ നുണയാണ് പറയുന്നത്. വഖഫ് ഭൂമിയാണെന്ന് JPCയിലെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു നോക്കുക. അവിടുത്തെ വികാരി അച്ഛനാണ് അത് അവതരിപ്പിച്ചത്. എന്നിട്ട് തെലുങ്ക് ദേശം പാർട്ടിയാണ് അതിനുശേഷം ശക്തമായിട്ട് ഈ മുനമ്പങ്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയെങ്കിലും ഇരുന്നിട്ട് സൂത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാം എന്നുള്ള പരിപാടി നിർത്തണം. ഇനി നോക്കൂ, മഞ്ജുഷ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്, രണ്ട് ഗവൺമെന്റിന്റെ നിലപാട്. ഗവൺമെന്റും കണ്ണിൽ പൊടിയിടുന്ന നിലപാടുകളാണ് എടുത്തിരിക്കുന്നത്. വഖഫ് അല്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് പട്ടാപ്പകൽ പോലെ വെളിവായിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ തന്നെ ഉത്തരവിലുള്ള പരാമർശങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. 1919 ഓർഡർ ഒന്ന് വായിച്ചു നോക്കുക. കാറ്റഗോറിക്കലി സബ്കോർട്ട്, പറവൂർ സബ്കോർട്ട് categorically mentioned that മുനമ്പം ഭൂമി ഈസ് വഖഫ് എന്നാണ്, അല്ലെങ്കിൽ അത് ആ ഡീഡ് വഖഫ് ഡീഡാണ് എന്നാണ് വഖഫ് ബോർഡിന്റെ 2019 ഇത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കുന്നതിനുള്ള ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ? ഇപ്പൊ രണ്ട് അഡ്വക്കേറ്റ്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആ 71 പറവൂർ സബ് കോടതിയുടെ വിധി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കൃത്യമായി ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ വഞ്ചിക്കാനായിട്ട് വഖഫ് ബോർഡ് അധികാരികൾ വളരെ സൂത്രത്തിൽ കണ്ണിൽ പൊടിയിടുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സർക്കാർ, അതിനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന സർക്കാർ. മഞ്ജുഷെ, 1950 ഈ ഡീഡ് ഒരു വഖഫ് ഡീഡായി നൽകാൻ സിദ്ദിഖ് സേട്ടുവിന് എങ്ങനെ കഴിയുമായിരുന്നു? 1948 തീരാധാരം അവിടെ നിൽക്കുകയാണ്. ശരിയാണ്, ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിങ്ങനെ കരക്കിരുന്നു കൊണ്ട് പറയുവാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, VD സതീശൻ ഇന്ന് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി അവിടെ പോയി ഇരിക്കുമ്പോൾ JPCയിൽ എന്താണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നുകൂടി അന്വേഷിച്ച് മനസ്സിലാക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുഖമടിച്ചുള്ള മറുപടി കേൾക്കേണ്ടി വരും. അല്ല, ഒരു മുഖമടിച്ചുള്ള മറുപടിയുമല്ല. ജോഷി അച്ഛൻ പറഞ്ഞതിനെ ഞാൻ നോക്കൂ, ഞങ്ങളുടെ നിലപാട് ഈ സംസ്ഥാനത്ത് പറയേണ്ടത് ഒന്ന് PCCയുടെ അധ്യക്ഷനും രണ്ട് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറുമാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ അല്ലേ, അങ്ങ് പറഞ്ഞു മുസ്ലിം ലീഗ് ഇടപെട്ടു എന്നൊക്കെ. നോക്കൂ, ഈ സംസ്ഥാനത്ത് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് ചേർക്കാൻ ലത്തീൻ സഭ അതിരൂപതയുടെ ആസ്ഥാനത്തും മറ്റുമൊക്കെ ഓടി നടക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ? ആ മുസ്ലിം ലീഗ് അങ്ങനെ ഓടി നടക്കുകയും ചെയ്യും.
പിന്നെ കരക്കിരുന്നുകൊണ്ട് എന്താണ് പറയുന്നത്? അല്ലല്ല, മറുവശത്ത് കൂടി എന്താണ് പറയുന്നത് അതുകൂടി താങ്കൾ ആലോചിക്കേണ്ടേ? അല്ല, ആരാണ് പറഞ്ഞത്? ആര് പറഞ്ഞോ? അല്ലല്ല, ആദ്യ നിലപാടല്ല മുസ്ലിം ലീഗിന് പിന്നീട് ഉണ്ടായിരുന്നത്. ഇത് വഖഫ് ഭൂമി അല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി പിന്നീട് പറഞ്ഞത്. മഞ്ജുഷ്, കെ എം ഷാജി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാർട്ടിയുടെ നിലപാട് കെ എം ഷാജി പറഞ്ഞപ്പോഴേ അല്ലല്ല, കെ എം ഷാജി പറഞ്ഞതിന് ശേഷമാണ് ഇത് ഉയർന്നു വരികയും വഖഫ് ഭൂമി അല്ല എന്നൊന്നും നിലപാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വഖഫ് ഭൂമി അല്ല എന്ന് പറയുവാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. അതിനുശേഷമാണ് സതീശനും നിലപാട് മാറ്റിയത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ഒരു കാര്യം മാത്രം, മുനമ്പത്തെ വിഷയം മാത്രം പറയുന്നതിന് വേണ്ടി JPC-യിൽ പോയത് മുനമ്പത്ത് സമരം ചെയ്യുന്നവരാണ്. അവിടെ വെച്ചാണ് കോൺഗ്രസിന്റെ അംഗം പറഞ്ഞത് ഇവർ പറയുന്നത് കള്ളമാണ് എന്ന്. ഇക്കാര്യം മനസ്സിലായില്ലേ ഇതുവരെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് സംസ്ഥാനത്ത്? ശ്രീ മഞ്ജുഷ്, ഒരു നിലപാട് വ്യത്യാസവുമില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ലാന്ന്. പിന്നെ അങ്ങ് പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കോടതിയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത് വഖഫ് ഭൂമി ആണെങ്കിലും കരമടയ്ക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് അത് പറ്റില്ല. ആ നിലപാട് തെറ്റാണ്. കോടതിയുടെ പരിഗണനയിലേക്ക് എത്തപ്പെട്ടപ്പോ സംസ്ഥാന സർക്കാർ എടുത്ത് ഇരട്ടത്താപ്പ് കൊണ്ട് അത് കോടതിയിൽ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാ പിന്നെ ഒരു കാര്യം കൂടി പറയൂ, എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഈ 10 മിനിറ്റ് ഫോർമുല? അങ്ങനെ ചുമ്മാ ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. എന്താണ് ആ 10 മിനിറ്റ് ഫോർമുല? പ്രതിപക്ഷത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. പറയാമെന്നേ. പറയൂ. ഒന്നാമതായി മുനമ്പത്തെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും. പക്ഷേ രണ്ടു പേരുടെയും ഒപ്പം നിന്ന് ചോര കുടിക്കുന്ന കുറുനരിയുടെ സ്വഭാവമാണ് സർക്കാർ. അത് എങ്ങനെ സാധിക്കുമെന്ന് കൂടി പറയൂ. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എങ്ങനെ സാധിക്കും? അങ്ങൊന്ന് വഴങ്ങൂ. സംസ്ഥാന സർക്കാർ ആ നിലപാടാണ് അവിടെ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും അവിടെ സർവകക്ഷി യോഗം വിളിക്കുകയും എല്ലാ ഭാഗങ്ങളും കേൾക്കുകയും അവിടുത്തെ ഇൻട്രസ്റ്റഡ് പാർട്ടി ആയിട്ടുള്ള വഖഫ് ബോർഡിനോട് ഈ കേസിൽ നിന്നും അവരുടെ ക്ലെയിമിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. 1. 2, ഇന്നലെ വരെ ഇവർക്ക് ഇതവിടെ കരമടയ്ക്കാൻ പറ്റില്ല, ടെക്നിക്കൽ ഇഷ്യൂസും നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ അതേ സംസ്ഥാന സർക്കാരിന് ഇന്ന് അവിടുത്തെ ആ നിയമപ്രശ്നവും ടെക്നിക്കൽ പ്രശ്നവും തീർത്ത് കരമടയ്ക്കാൻ സാധിക്കും എന്ന് പറയാറായെങ്കിൽ അവർക്ക് സ്വാഭാവികമായി പ്രശ്നം സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ സംസ്ഥാനത്ത് ഒരു വഖഫ് മന്ത്രിയില്ലേ? ഇതുവരെ അദ്ദേഹം മിണ്ടിയോ? ഒരു വാക്ക് മിണ്ടിയോ? നിങ്ങൾ ലീഗിനോടും കോൺഗ്രസിനോടും ഒരിടത്തും ഭരണത്തിലില്ലാത്ത ഞങ്ങളോടുമൊക്കെ ഇങ്ങനെ ആക്രോശത്തോടു കൂടി എത്രയോ തവണ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പൊള്ളയാണ് എന്നുള്ള കാര്യം എവിടെയും പറയും, ഒരു സംശയവുമില്ല. അത് അബ്ദുറഹ്മാനോടും ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹമാണല്ലോ അവിടെ സമരം ചെയ്യുന്നവരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത്. അതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ കൊടുത്തത് തന്നെയാണ്. അല്ലാതെ അബ്ദുറഹ്മാനോട് ചോദിക്കാനൊന്നും ഇവിടെ ആർക്കും പേടിയൊന്നുമില്ല. ശ്രീ ജിജി ജോസഫ്, നിങ്ങളും ഈ പറയുന്നതല്ലാതെ അത് ശരിയാണ്, അവിടെ ബില്ല് പാസ്സാക്കി എടുക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. JPC-യുടെ കയ്യിലാണ് ഇപ്പോൾ നിൽക്കുന്നതും. പക്ഷേ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള ആരോപണം ഇവിടെ വസന്ത് ഉന്നയിച്ചിരുന്നു കേട്ടോ, കേന്ദ്രമന്ത്രിക്കെതിരെ, സുരേഷ് ഗോപിക്കെതിരെ. അല്ലല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലാണ് ഈ ബില്ല് ആദ്യം കൊണ്ടുവരുന്നത്. ഇനി അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ വസന്തിനോടൊരു കാര്യം ചോദിക്കല്ലേ, KPA മജീദ് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് എന്താ പറഞ്ഞേ? അവിടുത്തെ ഇനി CPM-ന്റെ മന്ത്രി എന്താ പറഞ്ഞേ? ഇത് വഖഫ് ഭൂമിയാണ് തന്നെയെന്ന് പറഞ്ഞു. ഇവരെ ഇറക്കി വിടണമെന്നാണ് KPA മജീദ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്താണെന്നും അതിനുശേഷം സതീശൻ പണ്ഡിതനല്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ ഈ പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ടെന്നും യൂട്യൂബ് ചെക്ക് ചെയ്താൽ മതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2019 ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇത് എല്ലാവരും പറഞ്ഞ BJP അങ്ങനെയാണെന്നൊക്കെ പറയണ്ടേ. 2019 മുതൽ ഇവര് നടക്കുന്നതാണ്. 2019 എടുക്കുമ്പോൾ 22 മുതൽ ഇവര് നടക്കുന്നതാണ്. എന്നിട്ട് ഞാൻ അവിടുത്തെ ഒരു സമരസമിതിയുടെ പ്രധാന നേതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് P. രാജീവിനെ കാണും, അത് കഴിഞ്ഞ് P. രാജീവ് AG വിളിക്കും, AG വിളിച്ചിട്ട് പറയും ഇന്ന് എടുക്കാന്ന് പറയും. അത് കഴിഞ്ഞ് ഇവര് സെക്രട്ടേറിയറ്റ് ചെല്ലും. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് BJP അവിടെ ചെല്ലുന്നത്. BJP അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സമരം ഏറ്റെടുത്ത് ആദ്യത്തെ രൂപതകളുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിന് ശേഷം വഖഫ് ബോർഡ് മാർച്ചും അതുപോലെ പദയാത്രയും അതുപോലെ സെക്രട്ടേറിയറ്റ് ധർണയത്തിന് ശേഷമാണ് ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. ഇല്ല എന്ന് ബെന്നിച്ചേട്ടൻ പറയട്ടെ, ജോസഫ് ബെന്നിച്ചേട്ടൻ പറയട്ടെ. അതുവരെ ഇവർക്ക് ആർക്കും ഒരു നിലക്കിന് ഇത് എങ്ങും എത്തിക്കാതെ അവിടെ തന്നെ കിടന്ന് കറങ്ങുകയായിരുന്നു. കോൺഗ്രസ് എവിടെയായിരുന്നു? CPM എവിടെയായിരുന്നു? ആരെയും കണ്ടില്ലല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത് സർവകക്ഷിയോ? അവിടെ ഇത്ര മുനമ്പം സമരസമിതി ഇല്ല, ലത്തീൻ സഭയുമില്ല, നിങ്ങളാ സംഘടനാ സമിതി. ജോസഫ് ബെന്നി അവിടെ ഇരിപ്പുണ്ട്. ജോസഫ് ബെന്നി പറയട്ടെ, നിങ്ങൾ ആ പള്ളിക്ക് ചുറ്റും കിടന്ന് ആളുകളെ പറ്റിച്ചു. ഇപ്പൊ വന്ന് പറഞ്ഞില്ലേ VD സതീശൻ പറഞ്ഞില്ലേ?
ഞങ്ങൾ നിങ്ങളുടെ കൂടെയെന്ന് സ്റ്റൈലിൽ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. കേന്ദ്രമന്ത്രിയോട് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പറ. ഞങ്ങൾ മന്ത്രിയെ അവതരിപ്പിക്കാൻ കൊണ്ടുവരാനൊക്കെ നിങ്ങളാണ് എതിർത്തത്, കോൺഗ്രസ് ആണ് എതിർത്തത്. നിങ്ങൾ പിന്തുണയ്ക്കുവോ? പിന്തുണയ്ക്കുവോ? അതുപോലെ നിങ്ങളുടെ കോൺഗ്രസ് പിന്തുണയ്ക്കുവോ? ശരി ശ്രീ ജോസഫ് ബെന്നി ഇപ്പോൾ അവിടെ പിന്തുണയുമായി വന്ന് ഇരിക്കുന്ന ആളുകൾ എത്രമാത്രം ഇത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യക്ഷത്തിൽ അറിയാവുന്ന ആളാണല്ലോ താങ്കൾ. ഇവരുടെ ഈ പരസ്പരം ഉള്ള കുറ്റപ്പെടുത്തലല്ലാതെ പ്രശ്ന പരിഹാരത്തിന് ഒന്നും നടക്കുന്നില്ലല്ലോ. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതാണ്. ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയാം. ഞാനിത് ജുഡീഷ്യൽ കമ്മീഷന് പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ കാരണം ഞങ്ങൾ പോക്കുവരവ് ചെയ്ത ഭൂമിയാണ്. ഈ മ്യൂട്ടേഷൻ, അതായത് പോക്കുവരവ് വഖഫ് ബോർഡ് ചെയ്തിട്ടില്ല. വഖഫ് ബോർഡ് ചെയ്യാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ കരമടവും റവന്യൂ അവകാശങ്ങളും നിഷേധിക്കാനായിട്ട് വഖഫ് ബോർഡിന് സാധ്യമല്ല. 2, വഖഫ് ബോർഡ് സർവേ നടത്തിയിട്ടില്ല. അവരുടെ അസറ്റിലേക്ക് എടുക്കുന്നതിന് മുൻപ് ഒരു സർവേ നടത്താതെ വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കാൻ പറ്റൂല. 3, ഞങ്ങൾക്കൊരു നോട്ടീസ് തന്നിട്ടില്ല. ഞങ്ങളുടെ ഭൂമി സർവേ നടത്തി, നിങ്ങളെ ഹിയറിംഗ് നടത്തി ഇത് എഴുതിയെടുക്കാൻ പോവുകയാണ്, തർക്കം ഉണ്ടോ? ട്രസ്റ്റ് ആണെങ്കിലോ സൊസൈറ്റി ആണെങ്കിലോ നോട്ടീസ് കൊടുത്താൽ മതി, അല്ലെ കൊടുക്കണ്ട? തെറ്റാണ് എന്റെ പൊന്നു ജിജി, എന്ത് മണ്ഡലം ശരിയാണത്. അതിനകത്ത് ആ ഇതിൽ വഖഫ് നിയമത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത് ഞങ്ങൾ ഇപ്പൊ പോയ സമയത്ത് സെക്ഷൻ 40 നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് ഞങ്ങൾക്ക് ഞങ്ങൾ മ്യൂട്ടേഷൻ നടത്തിയിരിക്കുന്നതാണ്. വഖഫ് ബോർഡ് മ്യൂട്ടേഷൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് വഖഫ് ബോർഡിന് കരടക്കാനും പറ്റുന്നില്ല, ഇത് നിരോധിക്കാനും പറ്റൂല. പിന്നെ ഞങ്ങൾക്കുള്ളൊരു പ്രശ്നം, ഈ 1971 ജഡ്ജ്മെന്റ് ആണ് പറയുന്നത്. 1971 സബ് കോടതിയുടെ ജഡ്ജ്മെന്റ് ഡോക്ട്രിൻ ഓഫ് മെർജർ എന്ന നിയമതത്വം അനുസരിച്ചിട്ട് 1975 ഞങ്ങൾ അപ്പീൽ സൂട്ട് കൊടുത്തപ്പോ കീഴ്ക്കോടതിയുടെ വിധി മേൽക്കോടതിയിൽ ഇല്ലാതെയാവും. സബ് കോടതി പരാമർശിച്ചിട്ടുള്ള ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നൊരു പരാമർശനം അവിടെ നടത്തുന്നുണ്ട്. കാരണം ശരിയായ രീതിയിലുള്ള ഒരു വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലേ എന്നുള്ളതല്ല അവിടെ പരിശോധിച്ചത്. ഞങ്ങളുടെ ഭൂമിയിലാണ്, ഞങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമി ഫറൂഖ് കോളേജിന് ഡോക്യുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഈ വഖഫ് എന്ന ഒരു പ്രയോഗമാണ് അവിടെ പറയുന്നത്. പക്ഷേ ഡോക്ട്രിൻ ഓഫ് മെർജർ എന്ന തത്വം എടുക്കുമ്പോൾ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ ഒരു വാക്ക് പോലും വഖഫ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. പിന്നെ അതെങ്ങനെ ഇത്രയും ഇതെല്ലാം സത്യമായിട്ട് നിൽക്കുമ്പോഴും ഇത് വഖഫ് ബോർഡിലേക്ക് ഞങ്ങൾക്ക് ഒരു നോട്ടീസും ഈ പറയുന്ന മ്യൂട്ടേഷനും ഇതൊന്നും ചെയ്യാതെ എഴുതിയെടുത്തിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം, ഈ വഖഫ് ബോർഡിന്റെ അസറ്റിൽ നിന്ന് എടുത്ത് മാറ്റി തരണം. അത് കഴിഞ്ഞ ഒരാൾ കോടതി പോയാലോ? നിങ്ങളുടെ നിയമം വന്നാലും കോടതി പോവാം ജിജി, അത് മനസ്സിലാക്കി. കോടതി പോട്ടെ, ഒരു മിനിറ്റ് കോടതി പോട്ടെ, ഞങ്ങൾ വാദിച്ചോളാം. ജിജി, നിങ്ങളുടെ നിയമം വന്നു ഇരിക്കട്ടെ. എന്താണ് എന്റെ വസന്തേ, നിങ്ങൾ 95 കൊടുത്തിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ഇത്. 98 വോട്ട് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ഇത്. അത് കഴിഞ്ഞിട്ട് 2013 കൊണ്ട് നിങ്ങൾ ഇതിന്റെ അകത്ത് കയറി കിടക്കുന്നവരെ 2 വർഷത്തേക്ക് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ആ നിയമം വരുന്നത് വരെ, നിയമ ഭേദഗതി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. അഡ്വക്കേറ്റ് ബൽദേവ് ഇവർ തമ്മിലുള്ള തർക്കം കേൾക്കേണ്ട. ഈ കേന്ദ്രത്തിൽ നിന്ന് നിയമ ഭേദഗതി, വഖഫ് ഭേദഗതി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. ഞങ്ങൾ ബില്ല് കൊണ്ടുവരുന്നു. നിർത്തൂ. അതായത് ഇവര് പറയുന്ന പോലെ കഥ അറിയാതെ ആട്ടം കാണുക. ഇത് പരിപൂർണമായിട്ട് കേന്ദ്രം അമെന്റ് ചെയ്താൽ 8 അമെന്റ്മെന്റ് ആണ് കേന്ദ്രം പറയുന്നത്. ആ 8 അമെന്റ്മെന്റിൽ സെക്ഷൻ 40 ഡിലീറ്റ് ചെയ്യുന്നു. നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സിവിൽ ഡിസ്പ്യൂട്ട് വന്നാൽ എന്റെ പ്രോപ്പർട്ടി ഇരിക്കുന്ന ജിജി ക്ലെയിം ചെയ്താൽ അത് കോടതിക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഇവര് കേന്ദ്രത്തിൽ ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്ന 8 അമെന്റ്മെന്റ് പ്രധാനമായിട്ട് മറ്റു പല കാര്യങ്ങളും ഒരെണ്ണേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 40 നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ കേസ് വഖഫ് ട്രിബ്യൂണലിൽ പോവുകയും വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് നേരെ ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റും. നോ സിവിൽ കോർട്ട് ഹാസ് ജൂറിസ്ഡിക്ഷൻ. അതൊക്കെയാണ് ഒഴിവാക്കുന്നത്. പക്ഷേ പുതിയ ആക്ട് വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതി നമ്മുടെ മുനിസിപ്പൽ കോടതി കേസ് കൊടുക്കാം. ആ മുനിസിപ്പൽ കോടതി കേസ് കൊടുക്കാതെ അറിഞ്ഞുകൂടാതെ ഈ പറയുന്നത് എത്ര ആക്ട് അമെന്റ് ചെയ്താലും ഒരു പ്രോപ്പർട്ടി വഖഫ് പറയുകയാണ് ഞങ്ങൾക്ക് അധികാരമുള്ള പ്രോപ്പർട്ടിയാണ്. അങ്ങനെ അവർ നോട്ടീസ് കൊടുത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ
അത് തീരുമാനിക്കാനുള്ള അധികാരം സിവിൽ കോടതിയിലേക്ക് പോകും. ഇതുവരെ സിവിൽ കോടതിക്ക് ഇല്ലായിരുന്നു. വഖഫ് ട്രിബ്യൂണലാണ്. ട്രിബ്യൂണൽ കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോകണം. പക്ഷെ അത് അമെന്റ് ചെയ്യും. അമെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തൊട്ടടുത്തുള്ള ഒന്നുകിൽ മുനിസിപ്പൽ കോടതി അല്ലെ ജില്ലാ കോടതിയിലേക്ക് പോകും. അപ്പോഴും പരിപൂർണമായിട്ട് ഇത് പരിഹരിക്കപ്പെടുന്നില്ല. അത് വെറുതെ BJP-ക്കാർ ഇട്ടെടുത്ത് പറയുന്നതാണ്. ഇത് ആക്ട് കമ്മിറ്റ് ചെയ്താൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കേസുണ്ട് വഖഫുമായിട്ട്. കേരളത്തിൽ നിങ്ങൾക്കറിയാമോ? 1008 കേസ് കേരളത്തിൽ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആ 1008 കേസിൽ 458 കേസ് ഹിന്ദുക്കളുമായിട്ടാ. 501 കേസും കൂടുതൽ കേസ് 551 കേസ് വഖഫ് മുസ്ലിങ്ങളുമായിട്ടാണ് കൈവശം വെച്ചിരിക്കുന്ന വഖഫിന്റെ ഭൂമി. അപ്പൊ ആ കേസുകൾക്ക് അന്തിമ തീരുമാനം പറയാൻ കോടതിക്കേ പറ്റൂ. അപ്പൊ ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പൊ ഞാനും മഞ്ചേഷും തമ്മിൽ സിവിൽ ഡിസ്പ്യൂട്ട് വസ്തു തർക്കം, അത് ആക്ട് കൊണ്ട് അമെന്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അത് തൊട്ടടുത്തുള്ള മുനിസിപ്പൽ കോടതി, അത് പിന്നെ അപ്പീൽ ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഇങ്ങനെ കിടക്കല്ലേ. ഇപ്പൊ പരിപൂർണമായിട്ട് ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട് BJP-ക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവരുന്ന ആക്ട് അമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള വഖഫ് കേസ് എല്ലാം ഇല്ലാതാകും. അത് തെറ്റാണ്. വഖഫ് നോട്ടീസ് കൊടുത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുകയും അത് കളക്ടർക്ക് തീരുമാനിക്കാം. അതിനകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫിലേക്ക് പോസ്റ്റ് ചെയ്യാം. ചെയർമാനെ ഏത് നിമിഷം അവിശ്വാസത്തിൽ മാറ്റാൻ പറ്റില്ല. ഇതിന്റെ ആഡിറ്റിംഗ് എല്ലാം നടത്തേണ്ടത് കേന്ദ്രമാണ്. ഇതൊക്കെയാണ് അതിനകത്തുള്ള തെറ്റായ കാര്യങ്ങൾ. അങ്ങനെയുള്ള അമെന്റ്മെന്റ് ആണ് വരുന്നത്. ആകെ വരുന്നത് സിവിൽ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് കേസുകൾ ഇല്ലാതാവും. കേസുകൾ നിലനിൽക്കും. ഈ മുനമ്പം കേസ് നിലക്കും. BJP എത്ര അമെന്റ്മെന്റ് കൊണ്ടുവന്നാലും മുനമ്പം കേസുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. ജോഷി മയ്യാറ്റിൽ, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നിയമം കൊണ്ടുവന്നിട്ടും കേന്ദ്ര നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്നാണോ? താങ്കൾ ഈ ഭേദഗതിയെ അനുകൂലിക്കുന്നയാളാണല്ലോ. അല്ല, തീർച്ചയായിട്ടും കേന്ദ്ര നിയമം ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമം അതുപോലെ തന്നെ പാസ്സാക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചാനലിൽ എത്രയോ പ്രാവശ്യം കൃത്യമായി പൊസിഷൻ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പ്രശ്നങ്ങളുള്ള അനേകം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അത് ഭേദഗതി നടത്താതെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ മുനമ്പത്തേനു വേണ്ടി സ്വരമുയർത്തുന്നത് സത്യത്തിൽ കേരളം മൊത്തത്തിന് വേണ്ടിയുള്ള സ്വരമുയർത്തലാണെന്നും ഇന്ത്യ മുഴുവന് വേണ്ടിയുള്ള സ്വരമുയർത്തലാണെന്നും തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നേ പറയാൻ കഴിയൂ. മുനമ്പത്തെ വിഷയം പ്രശ്നം സോൾവ് ചെയ്താൽ എല്ലാം തീരുവോ? മുനമ്പത്തെ വിഷയം സോൾവ് ചെയ്യണം. അതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണം. അതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉറപ്പു തരുമ്പോൾ അത് മുനമ്പംകാർക്ക് വലിയൊരു ആശ്വാസമാണ്. ഇനി ഈ മുനമ്പംകാരുടെ പ്രശ്നം തീർന്നു. ബാക്കി കേരളത്തില് ഓർക്കണം, 53,297 ക്ലെയിംസ് വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കണം. കേരളത്തിൽ മാത്രം 53,297. ഇതിൽ 52,111 വസ്തുക്കളുടെയും ഡീറ്റെയിൽസ് ലഭ്യമല്ല. അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ നാട് കുട്ടിച്ചോറാക്കണം എന്നാണോ ഇവിടെയുള്ള ഇടതു വലത് കൂട്ടർക്ക് താല്പര്യം? നിങ്ങളൊന്ന് ആലോചിക്കണം. ചെല്ലാനത്തെ ജനത വലിയ കഷ്ടത്തിലായിരുന്നു. ഇതുവരെ ചെളിയിൽ നിന്ന് കേറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ദാ കാണുന്നു, വംസിയില് വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യയില് കാണുന്നു ചെല്ലാനത്തിന്റെ പേര്. വഖഫ് ക്ലെയിമുള്ള കേരളത്തിലെ 53,297 സ്ഥലനാമങ്ങളിൽ ഒന്നായി ചെല്ലാനം കാണുന്നു. ചെല്ലാനംകാര്, ഞാൻ പറയുന്നത്, നിങ്ങൾ മുനമ്പം മാത്രമായിട്ട് എന്തുകൊണ്ട് ഒതുക്കുന്നു? ചെല്ലാനം ഒരു സ്ഥലമായതുപോലെയാണ് 52,111 സ്ഥലനാമങ്ങൾ മാത്രം. അതിന്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല, സർവേ നമ്പർ ലഭ്യമല്ല, അതിന്റെ അതിരുകൾ ഏതെന്ന് ലഭ്യമല്ല, അതിന്റെ വിസ്തീർണം എന്തെന്ന് ലഭ്യമല്ല. ഇതൊന്നും കണ്ടിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു വിഷമവും ഇല്ലേ? ഈ നമ്മുടെ പൗരന്മാരെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, സ്വത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റിന് ഇതേക്കുറിച്ചൊന്നും പറയാനില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് വഖഫ് ആക്ട് ഭേദഗതി തീർച്ചയായിട്ടും വേണം. അത് കേന്ദ്രം ഇപ്പോൾ പറയുന്നത് പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എത്രയോ നാളായി പറയുന്നു, 4 മാസമായി പറയുന്നു, കോൺഗ്രസും CPM-ഉം സ്വന്തമായ ബദൽ ഭേദഗതി രേഖ മുന്നോട്ട് വയ്ക്ക്. അതല്ലേ മാന്യമായ നിലപാട് സർക്കാർ. ശരി, വസന്ത് മറുപടി. അല്ല, ബദലായിട്ട് നിങ്ങൾക്കൊന്നും പറയുവാനുമില്ല.
ഭേദഗതിയെ നിങ്ങൾ എതിർക്കുന്നു. എവിടെയൊക്കെ വഖഫ് ഭൂമി അനധികൃതം വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് അനധികൃതമായിട്ട് സ്വകാര്യ ഭൂമി കൈവശം വെക്കുന്നുണ്ടോ അതിന്റെ പരാതിയുമായി JPC മുന്നിൽ വന്നാൽ പോലും ഇവർ പറയുന്ന കള്ളമാണെന്ന് പറഞ്ഞ് അവിടെ JPCയിൽ പോലും കോൺഗ്രസിന്റെ അംഗങ്ങൾ എതിർക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബദലായിട്ടൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുവാൻ കഴിയുന്നത്? അല്ല, കേന്ദ്ര നിയമം ബദലാണ് എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യം പറയൂ. കേന്ദ്ര നിയമത്തിൽ ഞങ്ങൾ പറയാമെന്നേ, കേന്ദ്ര നിയമത്തിൽ ആകപ്പാടെ ഉണ്ടാവുന്ന ഒരേ ഒരു കാര്യം സിവിൽ കോർട്സ് ക്യാൻ എക്സസൈസ് വഖഫ് റിലേറ്റഡ് കേസസ് എന്നുള്ളതാണ്. വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ സിവിൽ കോടതികൾക്ക് എടുക്കാൻ പറ്റില്ല, ഇനി അത് എടുക്കാം. അങ്ങനെ വരുന്നതുകൊണ്ട് എന്താ ഗുണം? ഈ മുനമ്പത്തെ ജനത വീണ്ടും സിവിൽ കോടതിയിലേക്ക് പോകണം, അവിടെ കയറി ഇറങ്ങണം. ഞാനും ഒരു അഭിഭാഷകനാണ്, പക്ഷെ എങ്കിൽ പോലും പറയാതെ വയ്യ, ഈ രാജ്യത്തെ കോടതികളുടെ ഒരു മെല്ലെപ്പോക്കുണ്ട്. ആ മെല്ലെപ്പോക്കിലേക്ക് 10-15 വർഷം കോടതി വരാന്തയിലേക്ക് മുനമ്പത്തെ ജനതയും പോകേണ്ടി വരും. അതിൽ കൂടുതൽ ഒരു ഗുണവും ഈ BJP കൊട്ടിഘോഷിക്കുന്ന നിയമം കൊണ്ട് മുനമ്പത്തെ ജനതയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടാവുന്നത് ലീഗ് പറഞ്ഞതുപോലെ, കോൺഗ്രസ് പറയുന്നത് പോലെ ഒരു സമവായമാണ്. ആ സമവായത്തിന് മുൻകൈ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടെടുക്കേണ്ടത് സർവകക്ഷിയെ വിളിച്ച്, മുനമ്പത്തെ ജനതയെ വിളിച്ച്, മുനമ്പത്തെ ക്രിസ്ത്യൻസ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻസ് മാത്രമല്ല മുനമ്പത്തെ ജനത, അവിടെ ഈ പ്രശ്നം നേരിടുന്ന മുസ്ലിംസും ഉണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞതുപോലെ വഖഫ് ക്ലെയിം ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ മുസ്ലിം ഓൺഡ് പ്രോപ്പർട്ടി ഉണ്ട്, മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടികളുണ്ട്. അപ്പൊ അനിസ്ലാമികമായും വഖഫിന് എതിരായും അങ്ങനെ ക്ലെയിം ചെയ്യുന്നിടത്തെല്ലാം നിയമപരമായ പോരാട്ടത്തിനൊപ്പം തന്നെ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട നടപടിയുണ്ട്. അതിന് സർവകക്ഷിയെ വിളിക്കണം, മുനമ്പത്തെ ജനതയെ വിളിച്ച് കേൾക്കണം. വഖഫ് ബോർഡിന്റെ ചെയർമാനെ സംസ്ഥാനത്ത് നിയോഗിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണല്ലോ. ആ വഖഫ് ബോർഡിനെ വിളിക്കണം, എന്നിട്ട് അവരുടെ പ്രശ്നം കേൾക്കണം. നോക്കൂ, ഇതിന്റെ അകത്ത് നമ്മളെല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷമാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അത് കേട്ടതിന് ശേഷമാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ പക്ഷേ പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതല്ല എന്നാണല്ലോ നിങ്ങളുടെ നിലപാട്. ജുഡീഷ്യൽ കമ്മീഷനിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് ജോഷി അച്ഛൻ അടക്കമുള്ളവർ പറയുന്നത്, അല്ലേ? മുനമ്പത്തെ നമ്മുടെ ഈ ചർച്ചയിലെ പ്രതിനിധി, മുനമ്പം സമരസമിതിയുടെ നേതാവും അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ ആകെ പ്രശ്നമുള്ളത് രണ്ട് കൂട്ടർക്ക്. അതൊന്ന് BJP പറയുന്നത് അവരുടെ നിയമം ഒളിച്ചു കടത്താൻ വേണ്ടി, അവർക്കത് ഇങ്ങ് കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി, ഇതാ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, ഇത് വന്നാൽ ഇത് തീരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല സാറേ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്കൊരു പ്രശ്നമില്ലെന്നേ, നിങ്ങൾ എന്തിനാ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഈ നിയമം നിങ്ങളുള്ളപ്പോഴും ഈ പ്രശ്നമുണ്ട്, നിങ്ങളുടെ ആളുകളെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് തട്ടിപ്പ് പറയല്ലേ നിങ്ങളുടെ പണി. ശ്രീ ജിജി, എന്താ സർക്കാരിന്റെ പ്രശ്നം നടത്തുന്നേ? നിങ്ങൾ സമരം നയിക്കുന്ന PD സതീശൻ പറഞ്ഞിട്ട് എവിടെ സമരം? അല്ല, നിങ്ങൾ വഖഫ് ബോർഡിലേക്ക് മാർച്ച് നടത്ത്, നിങ്ങൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ മാർച്ച് നടത്ത്, സമരം നടത്ത്. എവിടെ? എന്താ വഖഫ് പ്രോപ്പർട്ടി അങ്ങേക്ക് അറിയാമോ? അതല്ല ചർച്ച. നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച കാര്യമുണ്ടല്ലോ, ജിജി ചോദിച്ചത്, നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു സമരം നടത്തിയിട്ടുണ്ടോ? മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ അവിടെ പോയി ഇരുന്നാൽ പോരാ, അവരോടൊപ്പം ഉണ്ട് എന്ന് അവർക്കും തോന്നലുണ്ടാകണം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അതുണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്. മഞ്ജുഷ്, അങ്ങയുടെ ചോദ്യം റെലവന്റ് ആണ്. നോക്കൂ, ഞങ്ങൾ അവിടെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് എത്തി, അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം കേട്ടു. അവിടെ അപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന ജോസഫ് ബെന്നിച്ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വൈകാരികമായി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതിന് കേൾക്കുകയും ഞങ്ങൾ അത് കൃത്യമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ വെച്ച് പറഞ്ഞു, ഡിസംബർ 25 മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങളാൽ ആവുന്നത് ശ്രമിക്കും. ഞങ്ങൾ ഗവൺമെന്റ് ഇല്ലാത്ത പാർട്ടിയാണ് കേട്ടോ, ഞങ്ങളാൽ ആവുന്നത് ശ്രമിക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ ഈ ക്രിസ്മസിന് നിങ്ങളോടൊപ്പം ഞങ്ങളും സമരം ഇരിക്കാൻ വരും. ഞങ്ങൾ ഒരു സെപ്പറേറ്റ് സമരം നടത്തി അതിനെ ഹൈജാക്ക് ചെയ്ത് ഈ ചർച്ചയിൽ ജിജി പറഞ്ഞതുപോലെ എത്രയോ സമരങ്ങൾ നയിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ് UDF ഇവിടെ. എന്തുകൊണ്ട് മുനമ്പം സമരം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? വസന്ത, എത്രയോ സമരങ്ങൾ, ഐതിഹാസികമായ സമരങ്ങൾ നയിച്ച് പരിചയമുള്ളവരാണ് കോൺഗ്രസും UDF-ഉം. ഡിസംബർ 25 മുൻപ് പരിഹരിക്കുമെന്ന് ഒരു വാക്ക് കൊടുത്തിട്ട് പോന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ എന്താണ് ചെയ്തത്? എന്നിട്ട് ഒരു ഡിസംബർ 25 വരുമ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ല. ആരാണ് പറഞ്ഞത് ഞങ്ങൾ സമരം നയിക്കാന്ന്? പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സമരത്തിൽ ഞങ്ങളും ചേരും, നിങ്ങൾ നയിക്കൂ. മുനമ്പത്തെ ജനത നയിക്കുന്ന സമരത്തിൽ ഞങ്ങൾ അണിനിരക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ MLA-മാരും MP-മാരും ഉള്ള കോൺഗ്രസ് പാർട്ടിക്കാണ്. ഞങ്ങളുടെ എല്ലാ ജനപ്രതിനിധികളും, എറണാകുളം DCCയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് അടക്കം അവിടെ എത്തിയല്ലോ. ഞങ്ങൾ ആ സമരത്തിൽ അണിചേരുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ പോയിരിക്കുമ്പോ ഞങ്ങൾ പറയുന്ന ഇതാ, ഈ സമരസമിതി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ നിലപാട് മറ്റൊന്നാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പോയിരിക്കാൻ പറ്റുമോ? അങ്ങനെ പോയിരുന്നാൽ മുനമ്പത്തെ ജനത ഞങ്ങളെ ചൂലെടുത്ത് അടിക്കില്ലേ?
ഞങ്ങൾ അവിടെ പോയിരിക്കുന്നത് ഇന്ന് രക്ഷപ്പെട്ടു. ഇന്ന് ഒറ്റ കാര്യം കൂടി രക്ഷപ്പെട്ടു. അല്ലല്ല വസന്ത, ഇന്ന് ഒറ്റ കാര്യം കൂടി രക്ഷപ്പെട്ടു. കാരണം ഇന്ന് അവിടെ പ്രസംഗത്തിനുള്ള ഒരു അവസരമില്ലായിരുന്നു. കാരണം ആരും പ്രസംഗിക്കേണ്ട എന്ന് അവിടെ സമരസമിതി ഒരു തീരുമാനം എടുത്തിരുന്നു, ക്രിസ്മസ് ദിനമായതുകൊണ്ട്. അതുകൊണ്ട് ആര് രക്ഷപ്പെട്ടു? VD സതീശൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പറയണമായിരുന്നു ഇവിടെ മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്ന്. രക്ഷപ്പെട്ടു അദ്ദേഹം. എന്നിട്ട് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ സർക്കാർ കോടതിയിൽ പറയുന്ന ആ കാര്യമുണ്ടല്ലോ, നികുതി അടയ്ക്കാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യം, അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. രക്ഷപ്പെട്ടു ഇന്ന്, അത്രയേ ഉള്ളൂ. ശ്രീ ജോസഫ് ബെന്നി, അങ്ങനെയല്ലേ സംഭവിച്ചത്? അല്ലെങ്കിൽ ഫാദർ ജോഷി മയ്യാറ്റിൽ, അങ്ങനെയല്ലേ? ഇത് ഇങ്ങനെയുള്ള ചർച്ചയിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, അത് നമ്മുടെ ഇൻഫർമേഷന് വേണ്ടി. അതിപ്പോ ഗവൺമെന്റ് കോടതിയിൽ കരം അടക്കുന്ന കാര്യത്തെക്കുറിച്ച് പോസിറ്റീവാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഇതിന്റെ കാരണം എന്താണെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ 16-ാം തീയതി, ഡിസംബർ 16-ാം തീയതി ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രൈബ്യൂണലുകളിൽ നിന്നോ മറ്റ് സമാനമായ സംഗതികളിൽ നിന്നോ വരുന്ന ഓർഡറുകൾ നേരിട്ട് ഫയലിൽ സ്വീകരിക്കുകയോ അതിനനുസരിച്ച് നടപടി എടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ഓർഡർ. അതിന്റെ അർത്ഥം മഞ്ജുഷെ മനസ്സിലായില്ലേ? അതായത് കഴിഞ്ഞ 2 വർഷവും 10 മാസവുമായി മുനമ്പത്തെ ജനത്തെ റവന്യൂ അറസ്റ്റിൽ ആക്കിയിരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി നിയമവിരുദ്ധമായ നടപടിയാണ്. ഇപ്പോൾ സർക്കാർ മെല്ലെ തിരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. ഈ പ്രശ്നം ഇനി ചോദ്യം വരാൻ പോകുന്നതേ ഉള്ളൂ മഞ്ജുഷ. ഇനി ഈ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവമായ ചോദ്യങ്ങൾ കേരളം കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള ഇടതു സർക്കാരും അതുപോലെ തന്നെ വലതു സർക്കാരുകളും 2 സർക്കാരുകളും നടത്തിയിട്ടുള്ള പ്രീണനം, ഇവിടെയുള്ള എക്സിക്യൂട്ടീവ്സ് ഇവിടെയുള്ള ചില പ്രത്യേക അവസ്ഥകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വകുപ്പുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഒപ്പം കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ ലെജിസ്ലേഷൻസ്, ഇതെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിൽ ഈ പറയുന്ന കോൺഗ്രസും മറുപടി പറയേണ്ടി വരും, ഈ പറയുന്ന CPM-ഉം മറുപടി പറയേണ്ടി വരും. ഫാദർ ജോസഫ് ബെന്നി, ഇന്ന് VD സതീശൻ സമരപന്തലിൽ വന്നത് അത് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തന്നെയായിരുന്നു. അതിന്റെ ആ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട. പക്ഷേ സമരം ഏറ്റെടുക്കുവാൻ ആർജവം കാണിക്കാത്തത് അത് സമരസമിതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞു, നിയമസഭ ചേരുമ്പോൾ അടിയന്തര പ്രമേയം കൊണ്ടുവരിക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ 140 MLA-മാരും കൂടി അടിയന്തിരമായി ചേർന്നിട്ട് ഇതിന് പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാക്കുക. അതെങ്ങനെ? ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ വെളിച്ചത്തിൽ. അപ്പൊ ആ ജുഡീഷ്യൽ കമ്മീഷൻ ഈ പറയുന്ന കോൺഗ്രസിന്റെ MLA-മാര്, മറ്റേ CPM-ന്റെ MLA-മാര്, മന്ത്രിസഭ എല്ലാവരും കൂടി അടിയന്തിരമായി ചേർന്ന് ഞങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മ്യൂട്ടേഷനോ ഇത് അനുബന്ധമായിട്ടോ ഒന്നും ഞങ്ങൾക്ക് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും മുഖ്യമന്ത്രി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷനോട് ഇവരെല്ലാവരും സപ്പോർട്ടായി നിന്നുകൊണ്ട് ഈ മുനമ്പം ജനതയെ രക്ഷിക്കുക. ഞങ്ങൾ പണം കൊടുത്തു വാങ്ങി കാലാകാലങ്ങളായിട്ട് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് തർക്കം ഉണ്ടാക്കുക, തകരാറുണ്ടാക്കുക അല്ല ചെയ്യേണ്ടത്. ഞങ്ങളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, എല്ലാവരും കൂടി ചേർന്ന് പരിഹരിക്കാം. കാരണം ഈ ഫറൂഖ് കോളേജ് ഇവിടെ നിന്നും ഇതിന്റെ പണം വാങ്ങിച്ച് അവിടെ കോളേജ് പണിതിട്ടുണ്ട്, അവര് സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ട്. വീണ്ടും ഇത് അവരിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ തന്നെ മുഹമ്മദ് ഷായും എല്ലാവരും പറയുന്നത് ഇത് അടിയന്തിരമായി ഒരു രൂപീകരണം ഉണ്ടാക്കണം, ഒരു ഏകീകൃത രൂപീകരണം ഉണ്ടാക്കി അടിയന്തിരമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. ശരി, എന്താണ് ഫാദർ, എന്താണ് ഒരു താങ്കൾ എന്തോ പറയാനുണ്ടെന്ന്? എന്താണ്? എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ സമവായ സംസാരങ്ങൾ
ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് തുടരെ 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 ഞങ്ങൾ കണ്ടു മടുത്തതാണ്. അതുകൊണ്ട് സമവായം എന്നുള്ള ദയവ് ചെയ്ത് ആ പ്രയോഗം ശ്രീ ജോസഫ് ബെന്നിയും കൂടി ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഈ നാടകങ്ങൾ കണ്ടു മടുത്തതാണ്. ഒന്ന്. രണ്ട്, ഈ പറയുന്ന ഭൂസംരക്ഷണ സമിതി വളരെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. അത് ട്രൈബ്യൂണലിൽ കേസിൽ കക്ഷി ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ട്രൈബ്യൂണലിൽ വ്യക്തമായ തെളിവുകളോടെ അവതരിപ്പിച്ച് ഇത് വഖഫ് ഡീഡ് അല്ല എന്ന് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും, പ്രത്യേകിച്ച് പുതിയ പഠനത്തിന്റെ വെളിച്ചത്തിൽ വളരെ സുന്ദരമായി 1948 തീരാധാരത്തിന്റെ വെളിച്ചത്തിൽ, 1947 ഭാഗാധാരത്തിന്റെ വെളിച്ചത്തിൽ വളരെ കൃത്യമായി തെളിഞ്ഞു വന്നിട്ടുള്ള യാഥാർത്ഥ്യമാണ് വഖഫ് ചെയ്യാൻ സിദ്ദിഖ് സേട്ടു വെറും റിസീവർ മാത്രമായിരുന്ന, കെയർ ടേക്കർ മാത്രമായിരുന്ന സിദ്ദിഖ് സേട്ടുവിന്, അതും മൂസ സേട്ടുവിന്റെ മകളായ ആമിനയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ ആ സ്വത്ത് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ, അത് പിന്നീട് തീരാധാരമായി സിദ്ദിഖിന്റെ കയ്യിലേക്ക് വന്നു എന്ന് രേഖയുള്ള ആ സ്വത്ത് വഖഫ് ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കില്ലായിരുന്നു. കാരണം ആ കുട്ടിക്ക് അത് നിയമപരമായി ചോദ്യം ചെയ്ത്, പ്രായപൂർത്തിയാകുമ്പോൾ നിയമപരമായി ചോദ്യം ചെയ്ത് തിരികെ പിടിക്കാനുള്ള നിയമപരമായ അവകാശം ഇവിടുത്തെ നിയമം നൽകുന്നിടത്തോളം കാലം അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി എങ്ങനെ വഖഫായി നൽകാൻ കഴിയും? ഗിഫ്റ്റ് ഡീഡ് ഓക്കെ, സെയിൽസ് ഡീഡ് ഓക്കെ, അതെല്ലാം കക്ഷി ചേർത്ത് തിരികെ പിടിക്കാൻ പറ്റും. എങ്ങനെ വഖഫായി നൽകാൻ കഴിയും? ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈബ്യൂണലിന് മുൻപിൽ അവതരിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതിക്ക് കഴിയുന്നില്ല. അത് വളരെ വലിയൊരു വീഴ്ചയാണ്. ഇനി അത് മാത്രമല്ല, നോക്കൂ, സിദ്ദിഖ് സേട്ടു 5000 രൂപ നോക്കണം, നിങ്ങൾ അത് വായിച്ചു നോക്കണം, ഈ തീരാധാരം വായിച്ചു നോക്കണം. അന്നത്തെ 5000 രൂപയ്ക്കാണ് സിദ്ദിഖ് സേട്ടുവിനെ ജംബുബായി അത് വിറ്റു എന്ന് പറയുന്നത്, ഈ 404.76 ഏക്കർ ഭൂമി. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ 1950 എന്താണ് സിദ്ദിഖ് സേട്ടു ചെയ്തത്? അത് ഫാറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന പ്രൊഫസർ KA ജലീൽ, അദ്ദേഹം പറവൂർക്കാരനാണ്, ആത്മകഥയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, 1,00,000 രൂപ ഉറുപ്പിക വില നിശ്ചയിച്ചായിരുന്നു ഫാറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ടു ഭൂമി നൽകിയത്. അപ്പോൾ നോക്കണം, അവിടെയും കിടക്കാണ് ഡോക്യുമെന്റ്. ഇത് തന്നെ 1950 ഡോക്യുമെന്റ് വായിച്ചാൽ മനസ്സിലാവും. അവിടെ സൂത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? 1,00,000 രൂപ വിലയുള്ള ഭൂമി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5000 രൂപയ്ക്ക് കിട്ടിയ ഭൂമി എന്ന് പറയപ്പെടുന്ന സംഗതി 2 വർഷത്തിനുള്ളിൽ 1,00,000 രൂപയ്ക്ക് ഫാറൂഖ് കോളേജിന് വിറ്റതാണ് യാഥാർത്ഥ്യം. ഫാറൂഖ് കോളേജ് പോലും അത് ഇപ്പൊ അംഗീകരിച്ചിട്ടില്ല. ഫാറൂഖ് കോളേജ് ഗിഫ്റ്റ് ഡീഡ് എന്ന് പറയുന്നു. സത്യത്തിൽ അത് ഒരു സെയിൽസ് ഡീഡായിട്ടാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നേ. കേരള സർക്കാർ എന്തു ചെയ്യുകയാണെന്നേ. വഖഫ് ബോർഡിന്റെ വളരെ പക്ഷപാതപരമായ ഒറ്റ ചിന്ത, വിശ്വസിക്കാൻ കാരണം, അത് മതി, വിശ്വസിക്കാൻ കാരണം, അല്ലാതെ ചിന്തിക്കാൻ കാരണമല്ല, തെളിയിക്കാൻ കാരണമല്ല, വിശ്വസിക്കാൻ കാരണം. ആ വിശ്വസിക്കാൻ കാരണം എന്താ? വഖഫാധാരം എന്നൊരു വാക്ക് കിടപ്പുണ്ട്, അത് മാത്രം മതി, അതിനകത്തുള്ള മറ്റൊന്നും നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന വഖഫ് ബോർഡിന്റെ ആ ഓർഡർ ഉണ്ടല്ലോ, ഭയങ്കര ഓർഡർ, വഖഫ് ഭൂമിയാണിത് എന്ന് പറയുന്ന ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിന് വേണ്ടി ഈ സർക്കാർ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഈ സർക്കാർ വലിയ പാതകമാണ് ചെയ്യുന്നത്. ശരി, നന്ദി ഫാദർ ജോഷി മയ്യാറ്റിൽ. ചർച്ചയിൽ പങ്കെടുത്തതിന് സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. ശരിയാണ്, വഖഫ് അല്ലാത്ത ഒരു ഭൂമി വഖഫ് ആക്കി വഖഫ് ബോർഡ് വകയിരുത്തുകയായിരുന്നു. അതിനെയാണ് എതിർക്കുന്നത്. പക്ഷേ അത് പ്രശ്നപരിഹാരം നീണ്ടു പോവുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുനമ്പത്തെ സർക്കാർ നിലപാട് ശരിയാണോ? ശരിയാണെന്ന് 23% പ്രേക്ഷകർ മാത്രം, ശരിയല്ല എന്ന് 73%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.